പതിറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു നിരസിക്കപ്പെട്ട സ്ത്രീയെ യേശു കിണറ്റിനരികിൽ കണ്ടുമുട്ടി. അവളുടെ പേര് നമുക്കറിയില്ല. പക്ഷേ അവൾ എവിടെയാണ് താമസിച്ചിരുന്നതെന്നും അവൾക്ക് എത്ര ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നെന്നും നമുക്കറിയാം. ഈ സ്ത്രീയെ കാണാൻ കിണറ്റിനരികെ യേശു ഇരുന്നു. ഈ കിണറ്റിനരികെ എപ്പോൾ വരണമെന്ന് യേശുവിനറിയാമായിരുന്നു. അവളുടെ ജീവിത സാഹചര്യം യേശു നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ അവളുടെ ഹൃദയത്തെ നന്നായി അറിഞ്ഞ എൽറോയ്, കാണുന്ന ദൈവം. 5 തവണ വിവാഹിതയായ ഈ സ്ത്രീക്കെതിരെ വിരൽ ചൂണ്ടുന്നത് എളുപ്പമാണ്. പക്ഷേ യേശു അവളെ തിരഞ്ഞെടുത്തു. ശമര്യയിലെ ആദ്യത്തെ സുവിശേഷകയാകുവാൻ അവളെ തന്നെ തിരഞ്ഞെടുത്തു. അവൻ അവളുടെ ഹൃദയം കണ്ടു. സ്നേഹിക്കപ്പെടുവാൻ കൊതിക്കുന്ന ഒരു സ്ത്രീയുടെ ഹൃദയം. മശിഹായെ തീവ്രമായി കാത്തിരിക്കുകയും സത്യാരാധന തേടുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഹൃദയം. അതാണ് എൽറോയ്. യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായിരുന്നു. യേശു ചെയ്തതും പറഞ്ഞതുമെല്ലാം കാണുന്ന ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തി. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നഥനിയേലിനെയും കാട്ടത്തിമരത്തിൽ സക്കായിയെയും അവൻ കണ്ടു. 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ എവിടെ കണ്ടെത്തണമെന്ന് അവനറിയാമായിരുന്നു. സ്നേഹത്തോടെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവിക കരുതൽ നാം പിന്നെയും പിന്നെയും വചനത്തിൽ കാണുന്നു. യേശുവിൻ്റെ അനുയായികളെ ജയിലിലടച്ച ശൗലിനെ അവൻ നിരീക്ഷിച്ചിരുന്നു. ദമാസ്കോസിൻ്റെ പടിവാതിക്കൽ യേശുവിനെ കാണുമ്പോൾ ശൗൽ പൗലോസായി രൂപാന്തരപ്പെടുവാൻ പിന്നെ താമസമുണ്ടായില്ല. ദൈവം നമ്മെ എല്ലാവരെയും എപ്പോഴും കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവരെ ശക്തീകരിക്കുവാൻ അവൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു. കാണപ്പെടാനുള്ള നമ്മുടെ സഹജമായ ആവശ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സ്പന്ദിക്കുന്നു. ദൈവം നമ്മെ കാണുന്നു എന്നതിൻ്റെ അർത്ഥം നാം അവന് വിലപ്പെട്ടവരാണ് എന്നാണ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് അവനറിയാം. നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് അവൻ നന്നായി അറിയുന്നു. അവൻ നമ്മെ മനസ്സിലാക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 15:3 ഇപ്രകാരം പറയുന്നു: യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇയ്യോബ് 34:21 ഇപ്രകാരം പറയുന്നു: അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. എബ്രായർ 14:13 അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.